ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേക്കും കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദോശയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് മറ്റേ ഓട്ടട ഉണ്ടല്ലോ, മുട്ടപ്പത്തിരി, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അത് എന്തായാലും കുളമായി. അപ്പോൾ അങ്ങനെ ദോശയാക്കി മാറ്റുകയാണ് കേട്ടോ ചെയ്യാറ്. മിക്കതും പിന്നെ കുളമാവാറാണല്ലോ പതിവ്, അത് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഇന്നിപ്പോൾ ദോശയും ചിക്കൻ കറിയാണ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ കട്ട്ലറ്റും അതുപോലെ പപ്സൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ചിക്കനാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ കഴുകി ഒന്ന് കായം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കറി ഇവിടെ അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി അത് വേവുമ്പോഴേക്കും നമുക്ക് ദോശക്കുള്ളതൊക്കെ ഒന്ന് ആക്കിയെടുക്കണേ. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ നമ്മൾ എമിലുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. അവനതേ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് ഓരോന്നൊക്കെ ഞാൻ മേടിച്ചേക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ വലിച്ചിടലാണ് അവൻ്റെ പണി. മെയിൻ ഹോബി അതാണ്. ഞാൻ എന്തെടുക്കണ്ടോ അതൊക്കെ അവനക്കും വേണം കേട്ടോ. അങ്ങനെ ദേ ദോശക്ക് അരച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം അരച്ചത് മറ്റേ ഓട്ടടക്കായിരുന്നു. അതാണ് ഇത്ര കട്ടിയിട്ടാ. പിന്നെ അത് ചട്ടിയിൽ നിന്ന് വിട്ടു പോരുന്നില്ല, തീരെ വിട്ടു പോരുന്നില്ല, ഉള്ളു വേവണമില്ല. അത് കട്ടി കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്നറിയില്ല. അപ്പോൾ പിന്നെ അത് വല്ലാണ്ട് റിസ്ക് എടുക്കാനൊന്നും നിന്നിട്ടില്ല, അതവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ദോശയാക്കി. അപ്പോൾ ലാസ്റ്റ് ദോശയുണ്ട് ആ കാണുന്നത്. അതാണ് ഇങ്ങനെ എന്താ പറയുക, മേഘം വരച്ച പോലെയൊക്കെ നിൽക്കുന്നത്. ഈ ലാസ്റ്റത്തെ ആ ഒരു മാവ് ഇങ്ങനെ ആ പാത്രം കൊണ്ട് തന്നെ ഒഴിച്ച കാരണമാണ്. അതിലേക്ക് പിന്നെ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി വേണ്ടാത്തവർക്ക് ഇനി തേങ്ങാപ്പാൽ കൂട്ടിയിട്ടും കഴിക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണേ. അതിൻ്റെ ഇടയിൽ പിന്നെ വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നം തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫൈഹക്കുട്ടിയും എമിലും കൂടെ ആയിരുന്നു അടി. പിന്നെ പാദവും കൂടെ അല്ലാത്ത കാരണം വലിയൊരു അടി ഒഴിവായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റൂളിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ആ അടി ഉണ്ടായിരുന്നത്. പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവച്ചതായിരുന്നു. അത് പിന്നെ മറന്നു അകത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് എടുത്തപ്പോൾ അത് അവനക്ക് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിന്മേൽ കയറി നിന്നിട്ട് വീഴുമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് തെറ്റ് പിണങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളെ കളികളൊക്കെ കുറച്ച് നേരം അങ്ങനെ കണ്ടു നിന്നു. പിന്നെ ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിലാണല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ആണെങ്കിൽ അവനെ ഭ്രാന്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ മുണ്ടാണ്ട് നിൽക്കും. എന്നിട്ട് പിന്നെ പോയി നല്ലൊരു അടിയും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.